ഈ തലക്കകത്ത് ഓളയില്ലാതെ വർഗത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ഫ്ലാഷ് ന്യൂസ് നമ്മൾ കണ്ടില്ല, ടി വിയിൽ എന്താ കാണിക്കുന്നു? അതീവ രഹസ്യ ചർച്ച പോലും. മാണി കോൺഗ്രസിനെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നത് KPCCയുടെ പ്രസിഡന്റ് ആവുമല്ലോ. ഞങ്ങൾക്കൊന്നും വേറെ പണിയില്ല. എന്തിനാണ് കോൺഗ്രസിന്റെ അഭിമാനം കൊണ്ടുപോയിട്ട് മറ്റൊരാളുടെ കാൽക്കളിൽ പണയപ്പെടുത്തുന്നത്? ഇപ്പം എന്ത് സാഹചര്യമാണ് ഉള്ളത് ഇവനെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ? ഈ മുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാ ഈ ഇലക്ഷൻ പരിപാടിക്കലെത്തി നിൽക്കുമ്പോൾ? കോട്ടയത്ത് മുഴുവൻ ഇവനില്ലാതല്ലേ ഇപ്പം പഞ്ചായത്തും മുനിസിപ്പാലിറ്റി മുഴുവനും നമ്മൾ തൂത്തുവാരിയത്? ഇതൊന്നും ഇവറ്റകൾ കണ്ടിട്ടില്ലേ? പിന്നെ എന്തിനേനു ഈ ചെങ്ങായി എന്തിനേനു ഈ മുന്നണിയും വിട്ടിട്ട് അപ്പുറത്തേക്ക് പോയത്? കോൺഗ്രസിന് കിട്ടേണ്ട സീറ്റ് പോലും, രാജ്യസഭാ സീറ്റ് പോലും ഈ പുള്ളിക്ക് കൊടുത്തിട്ടില്ലേ ആ കാലഘട്ടത്തിൽ? ഇവനെ ഇതിനകത്ത് നിർത്താൻ വേണ്ടിയിട്ട് തന്നെ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതെല്ലാം ധിക്കരിച്ചുകൊണ്ട് അതും സീറ്റും വാങ്ങിച്ച് അവിടെ MP ആയിട്ട് MP സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെയല്ലേ അവന് മുണ്ടും പൊക്കി കാണിച്ചിട്ട് അപ്പുറം പോയത്? എന്നിട്ട് കോൺഗ്രസിനേറെ ഇല്ലാതെ പാർട്ടി കളവ് മുഴുവൻ വിളിച്ച് പറഞ്ഞത് അല്ലേ? എന്നിട്ട് അവനെ രണ്ടാമത് പോയിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക പോലും. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടിയെ വളർത്താൻ വേണ്ടി നോക്ക്. അവനവന്റെ പാർട്ടിയിലേക്ക് 10 പേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാ വേണ്ട. അങ്ങനെയാ പാർട്ടിയെ വളർത്തണ്ടേ. അല്ലാതെ ഏതെങ്കിലും ഘടകാഴ്ചയിലെ വഴിപോക്കനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ വളർത്തി കൊടുക്കുകയല്ല വേണ്ട. ഇപ്പൊ എന്തിന്റെ സാഹചര്യം അത് പറ കേൾക്കട്ടല്ലേ. ഇന്നിപ്പോ ഒരു ബൈ ഇലക്ഷൻ നടന്നില്ലേ വിഴിഞ്ഞത്തൊക്കെ? നല്ല വിജയല്ലേ ഞങ്ങൾ നേടിയത് അല്ലേ? എന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ കണ്ടവന്റെ പിറകെ പോയിട്ട് അവനവന്റെ അഭിമാനം കൊണ്ട് ഒരു മറ്റൊരാളെ ആൾക്കളിൽ പണയപ്പെടുത്തുന്നു. അതീവ രഹസ്യ ചർച്ച. ഞാൻ വെച്ചെന്തോ ലോകത്ത് എന്തോ നടക്കുന്ന കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന സ്കഡ് മിസൈലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവനെ കൊണ്ടുവരാൻ പോലും ആർക്കും പണ്ടാണ്ട് അവിടുത്തെ പൊതുസമൂഹം പുറംകാലി കൊണ്ട് കാലത്തിന്റെ ചവിട്ടുകട്ടയിലേക്ക് ചവിട്ടി തെറിപ്പിച്ചവനെ ഇങ്ങോട്ട് പോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അവനെ വളർത്തി കൊടുക്കുക. അതല്ലേ ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം? സ്വന്തം അവന്റെ വാർഡിനകത്ത് പോലും അവന്റെ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അറിയോ? പിന്നെ അവൻ തന്നെ 10-45 വർഷക്കാലം അവന്റെ അപ്പനായി ഉണ്ടാക്കിയെടുത്ത ആ പേര് പോലും കളഞ്ഞു കുടിച്ച് അവിടെ പോലും ഇവൻ നിലം തൊടാതെ തോൽക്കുക ചെയ്തത്. മനസ്സിലായ? അങ്ങനെ തോന്നിയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 10 പേരെ കൊണ്ടുവരാൻ പറ്റുന്ന ആളെയാണെങ്കിൽ പിന്നെ അങ്ങനെയും സഹിക്കാം. ഇനി അങ്ങനെ അവനിക്ക് പ്രശ്നം, അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെന്നേ, അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ, എന്നിട്ട് അപേക്ഷ തരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പരിഗണിച്ചിട്ട് എടുത്തോ, അതിന് കുഴപ്പമില്ല. മനസ്സിലായ? അല്ലാതെ അവന്റെ ഈ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടി വെറുതെ അവന്റെ പിറകെ പോട്ടെ. നിങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പേ അവന്റെ പിറകെ സഞ്ചരിച്ചല്ലേ? എന്നിട്ട് അവന് മാധ്യമത്തോടൊന്നാ വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഇവിടെ LDF പ്രശ്നങ്ങളൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങളെ കൊച്ചാക്കിയില്ലേ? ആ ബോധം വേണ്ടേ തലക്കകത്ത്? നിങ്ങൾ ഈ പാർട്ടി പ്രവർത്തകരുടെ എന്താ പറയുക ആത്മാഭിമാനത്തിന് മറ്റൊരാൾക്കിനോട് പണയപ്പെടുത്താൻ നിൽക്കുന്നു. ഇതൊന്നും അരിഭക്ഷണമല്ലേ ഇവറ്റകളൊന്നും കഴിക്കുന്നു? എന്താണ് അവന്റെ പിറകെ പോയിട്ട് ഞാൻ പറഞ്ഞു അവന്റെ തടയി കൊടുക്കാൻ എന്ത് സാഹചര്യം ഇപ്പൊ കേരളത്തിനകത്തുള്ളത്? അത് പറ കേൾക്കട്ടെ. പാർട്ടിക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടാ? ഇവന്റെ കോട്ടയത്ത് തന്നെ ഇവൻ കോട്ടയത്തെ രാജാവാന്നല്ലേ പറയുന്നു? എന്റെ കോൺഗ്രസിന് നേരെ എന്തെല്ലോ ഇല്ലാതെ അലിഗേഷനൊക്കെ ഉണ്ടാക്കി പറഞ്ഞവനല്ലേ ഇവ വിദ്വാൻ. ആ കോട്ടയത്തിന്റെ ഇവന്റെ നെഞ്ചും കൂടി ചവിട്ടി ഇളക്കിയിട്ടല്ലേ കോൺഗ്രസ് അവിടുത്തെ മുനിസിപ്പാലിറ്റി ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അടക്കം ഇങ്ങ് പിടിച്ചെടുത്തത് അല്ലേ? അതൊന്നും നിങ്ങളെ ഈ നേതാക്കന്മാരുടെ പവർ കൊണ്ടൊന്നുമല്ലേ, അതൊക്കെ അണികളെ വികാരമാണ്. എന്നിട്ട് ആ അണികളെ പോലും മുഖവിലക്കെടുക്കാതെ ആ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ പോലും ഇവന്റെ പാർട്ടിക്കാരും ഇവന്റെ ചിങ്കിടികളൊക്കെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾ? എത്രമാത്രം പരിഹസിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾ? അവന്റെ പിറകിലായി ഇപ്പം പോകും നിങ്ങൾ. ഉളുപ്പ് വേണം, ഉളുപ്പ്, നാണം വേണം. അല്ലെങ്കിൽ നാണവും മാനവും കുളിച്ച ആ കുളത്തിലൊന്ന് മുങ്ങിക്കുളിക്കാനങ്ങ് ശ്രമിക്കും. ഇപ്പൊ ഒരു സാഹചര്യവും ഇല്ല. ഇപ്പൊ നല്ല പെർഫോമൻസിലാണ് മുന്നണി സംവിധാനം പോകുന്നത്. ഇത് ഒറ്റക്കെട്ടായി നിന്നാൽ മതി. നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. 120 സീറ്റിന് മുകളിലേക്ക് ഇപ്പൊ UDF കിട്ടേണ്ട സാഹചര്യമുണ്ട്. അതിനകത്ത് കൊണ്ടുപോയിട്ടാണ് ഇവനെയൊക്കെ വഴിപോക്കനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പൊ ഇവനെ കൊണ്ടുവരുമ്പോൾ ചില മാനസിക കാപ്പലുണ്ട്. ജനപിന്തുണയുള്ള നേതാവാ അദ്ദേഹം, ഒരു പക്ഷെ മറ്റിടത്തേക്ക് പോകും. PJ ജോസഫ് സാറുണ്ട്, എന്ത് പ്രതിസന്ധി കേട്ടാലും പാർട്ടിയോടൊപ്പം നിന്ന PJ ജോസഫ് സാറുണ്ട്. അദ്ദേഹത്തെയും പിണക്കുക. ഇവൻ ആർക്ക് വേണം? ഇവൻ അവിടുത്തെ, ഞാൻ ചോദിക്കാം, അവിടുത്തെ അവന്റെ വീട് സ്ഥിതി ചെയ്യുന്ന, അവൻ വോട്ട് ചെയ്യുന്ന ആ വാർഡുണ്ടല്ലോ, 1000-1200 വോട്ടുള്ള വാർഡ്, അതിനകത്ത് ഇവന്റെ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വെറും ജനങ്ങളെ കഴുതകളാക്കല്ല. പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പം നിങ്ങൾ ഇത് പറയാതിരിക്കാൻ എങ്ങനെ നിർവാഹം? പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ന്യൂസായി ഇപ്പം കാണിക്കുന്നു. പിന്നെ പറയും സോണിയയായിട്ടും അങ്ങ് എന്തിനി സോണിയക്കായിട്ട് ബന്ധപ്പെട്ട് ഇവന്റെ എന്താന്ന് അത്ര വലിയ പാർട്ടി ഇവേ? അതിയാ
ഇങ്ങനത്തെ കുറെ വിവരം കെട്ടുണ്ട് നമ്മളെ പാർട്ടിക്കകത്ത്. ആ വിവരം കെട്ടിയാണ് കൊച്ചി കോർപ്പറേഷൻ മേയർ. ആ സ്ത്രീ മിഞ്ഞാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പാർട്ടിയാക്കിയതാ, പാർട്ടി കൊടുത്ത് ജയിപ്പിച്ചതാ. എന്നിട്ട് അറിയാം എന്നെ ഏതോ പള്ളിയുടെ അച്ഛന്മാറാ, ഏതോ അച്ഛനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മേയർ സ്ഥാനത്തേക്ക് എത്തിയത്. എന്ത് വിവരദോഷ വിളിച്ചു വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ CPM-കാരും BJP-ക്കാരും ഇങ്ങനെ സ്പ്രെഡാക്കി കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയും സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കുന്നത് പള്ളിയിലെയും മുക്കുറിക്കിയും പിന്നെ കാപ്പിയാരും അമ്പലത്തിലെ പൂജാരിയും ഒക്കെയാണ് ഇപ്പൊ പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത്ര വിവരം കെട്ടവനൊക്കെ പിടിച്ചിട്ടാണോ പിന്നെ അവിടെ മേയറാക്കി വെച്ചത്? എന്താ സംസാരിക്കാൻ പോലും അറിയാത്ത വല്ലാത്തൊരു എന്തിനൊക്കെ കാലത്ത് നിന്നിട്ട് നമ്മൾ മറുപടി പറയേണ്ടി വരുന്നത് ഈ സൈബർ സഖാക്കളോട്? എന്തിനൊക്കെ എന്തെല്ലാത്തിന് ഇവറ്റകൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെക്കൂ, എന്നിട്ട് അത് പാർട്ടിക്ക് മോശമാക്കുന്ന വിധത്തിൽ സൈബർ സഖാക്കൾ ഉണ്ടാക്കിയെടുക്കും. അതിന് നമ്മൾ തൊണ്ടോട്ടി മറുപടിയും പറയണം. മറ്റൊരു സാഹചര്യവും ഇല്ല. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് സ്പേസ് കൊടുക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ നോക്ക് ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഇപ്പൊ എന്തിന് ഇവന്റെ പിറകെ പോകണം? ഇവന്റെ പിറകെ 2 മാസം മുമ്പ് പോയിട്ട് ആ പോയവരെ പോലും അവഹേളിക്കുന്ന തരത്തിലല്ലേ ഇവൻ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളെ പാർട്ടിന്റെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലല്ലേ ഇവന് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അല്ലേ? അങ്ങനത്തെ പിറകെ വീണ്ടും വീണ്ടും പോവുക. എങ്ങനെ പാർട്ടി നല്ല വിജയത്തിലേക്ക് എത്തുമ്പോൾ ശരി തന്നെ. മുന്നണി സംവിധാനത്തിന് ലോക്കൽ ബോർഡ് ഇലക്ഷനിലും പിന്നെ എല്ലാറ്റിലും പരാജയപ്പെടുന്നുണ്ട്. പരാജയമാണ് സംഭവിച്ചതെങ്കിൽ ഇവരത്ര നിലപാട് സ്വീകരിക്കേണ്ടത് അങ്ങനെയെങ്കിലും വിചാരിക്കാം. ഇപ്പൊ അതിന്റെ യാതൊരു ആവശ്യമില്ലല്ലോ. ഉണ്ടോ? എന്നിട്ട് അതിന്റെ പിറകെ പോയിട്ട് ഓന്റെ ഓനിപ്പം കുറച്ചിന്റെ വാർത്താ സമ്മേളനം വിളിക്കും. നിങ്ങൾ നോക്കിക്കോനും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, അവര് അത് UDF അങ്ങനെ പറയുന്നതാണ്, അല്ലെങ്കിൽ അവർ ഞങ്ങളെ പിറകെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻക്കിപ്പോ അവർകളാവും. നോക്കും, നിങ്ങൾ എഴുതി വെച്ചോ. എന്നാലെന്താ ചെയ്യേണ്ട? അവനവന്റെ പാർട്ടിയെ വളർത്താൻ നോക്കുക, അവന്റെ പാർട്ടിക്ക് ഓക്സിജൻ കൊടുക്കുക, 10 ആളെ നമ്മളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അത് ചെയ്യൂല. അത് കൂട്ടത്തിലുള്ളവരെ കുതികാല് വെട്ടിയിട്ട് എങ്ങനെ ഇവനെ ചവിട്ടി അങ്ങ് വരച്ച് പുറത്താക്കാൻ പറ്റൂ? അത് ഭയങ്കര മെടുക്ക് തെളിയിക്കും അതിന്. എന്നിട്ടോ ഏതെങ്കിലും ചത്ത് കിടക്കുന്നത് ഏതെങ്കിലും ഘടക കക്ഷിനെ പൊക്കി കൊണ്ടുവന്ന് അതിനെ ആളാക്കി മാറ്റിയിട്ടാകുമ്പോ ആ വെറ്റകൾ തന്നെ ഈ നമുക്ക് ഇങ്ങോട്ടിട്ടിട്ട് പണിയും തരും. മറ്റൊരു ഉളുപ്പുള്ളവന്, ഒരു ലേശം നാണവും മാനമുള്ളവന്, സ്വന്തം തന്തയോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ആ ചെങ്ങായി ആ പാർട്ടിയിലേക്ക് പോകുമോ? അവിടെ തന്നെ അവന്റെ നിലപാടെന്താന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഒരു കാലഘട്ടത്തിൽ മാണി സാർ ആക്ഷേപിക്കുകയും വൃത്തികേടും വിളിച്ചു പറഞ്ഞതുപോലെ ഈ CPM ചെയ്തതുപോലെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ലോകത്ത്? ചെയ്യോ? അങ്ങനെ ചെയ്യത്തില്ല. അത്തരം വൃത്തികെട്ടവന്മാരൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഇവൻ ഈ UDF അപ്പുറത്തേക്ക് പോയവനാവേ. മനസ്സിലായോ? ഒരു നിലപാടും ഇല്ലാത്തവൻ. ആ ഓനെയാണ് വീണ്ടും തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ UDF-ൽ തന്ത്രപരമായ ചർച്ച. ഞാൻ വിചാരിച്ച് വരുന്നോ നമ്മളെ പാർട്ടി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംവിധാനത്തിലേക്ക് കൂടി പോയി പാർട്ടി എങ്ങനെ ഊർജ്ജപ്പെടുത്താം, ശക്തിപ്പെടുത്താം എന്നുള്ള ചിന്തയാ ചർച്ചയായിട്ടോ നടക്കുന്ന നോക്കുമ്പോ ഇവനെ കൊണ്ടുവരേണ്ട ചർച്ച പോലും. പച്ച മട്ടല് ചാണകത്തിൽ മുക്കിയിട്ട് നിലം തൊള്ളാൻ അടിക്കണം ഇവറ്റകളാ. സത്യമായിട്ട് ഞാൻ പറയുന്നു. അത്ര വന്ന ബുദ്ധികളാ. ഓരോരു ദിവസം ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇവറ്റകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതെന്തോ നമ്മളെ പൂർവികന്മാർ ചെയ്തു വെച്ച നന്മന്റെ ഭാഗമായിട്ടായിട്ട് നിൽക്കുന്നത് ഈ പാർട്ടി. ഇങ്ങനെ സത്യമായിട്ടാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ നമ്മളെ പൂർവികന്മാരുണ്ടല്ലോ, അവരാണല്ലോ ജീവൻ കൊടുത്തിട്ടും ഈ രാജ്യം ഉണ്ടാക്കിയത്, ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ നിലനിർത്തിയത്. അവറ്റകൾ ചെയ്തു വെച്ച നല്ല കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ജനങ്ങളെ മനസ്സിൽ നിന്ന് ഈ പാർട്ടിനെ എന്താ പറയേണ്ടത് മറിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്. മറ്റേ ഇവറ്റകളെ പ്രവർത്തനം കണ്ടിട്ടൊന്നുമല്ല. ഇവറ്റകളെ പ്രവർത്തനം കണ്ടിട്ടാണെങ്കിൽ പിന്നെ CPM-ന്റെ കോട്ടയിലും കോൺഗ്രസ് വിജയിച്ചു വന്നില്ലേ? ആരെങ്കിലും പ്രവചിച്ചിട്ടില്ല? ഇവറ്റകൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇത് നമ്മൾ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. കാരണം നമ്മളെ അഭിമാനം മറ്റൊരാളെ കാൽപ്പോഴും പണയപ്പെടുത്തുന്നതല്ല. അവനവന്റെ ബോധ്യം ശരിയായിരിക്കണം, അതാ വേണ്ടത്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി നിങ്ങളെ മനസ്സാക്ഷിക്ക് വിട്ടുതരിക. ഓക്കെ.